ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിലെ ക്രൈംസ് എന്ന് പറയുന്നത് ക്രിമിനൽ ഒഫൻസസ് ആണ്. ഇതിലധികവും പ്രതിയാവാറ് ഹസ്ബൻഡോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാരോ ആണ്. എന്നാൽ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ അധികവും ഒരു പ്രതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവാറ്. എന്നാൽ ഇത് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ പ്രതിയും പ്രതിയുടെ വീട്ടുകാരും ഉൾപ്പെടെ എല്ലാവരെയും പ്രതി ചേർക്കുന്ന ഒരു കാര്യം നടക്കാറുണ്ട്. എന്നാൽ സുപ്രീം കോടതി ഈ ഒരു കാര്യത്തിന് ഇപ്പോൾ നിർത്തലാക്കാൻ പോവുകയാണ്. സുപ്രീം കോടതിയുടെ പുതിയൊരു ജഡ്ജ്മെന്റ് പ്രകാരം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിലെ ക്രിമിനൽ ലിസ്റ്റിലേക്ക്, അതായത് ക്രൈം ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് പ്രൂവ് ചെയ്യണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള ക്രൈംസ് ഏതെങ്കിലും ചെയ്യുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് അത് നോക്കി നിൽക്കുകയും ആ വ്യക്തിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഈ വിക്ടിമിനെ സഹായിക്കാതിരിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒറ്റൊരു കാരണത്താൽ ഇവരെ ശിക്ഷിക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടായാൽ മാത്രമേ ഇവരെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ശിക്ഷിക്കാൻ പറ്റുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതി അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്നത് അത് വീട്ടിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് എവിഡൻസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നും കൂടി കോടതി പറഞ്ഞു. എന്നാൽ ജെനുവിൻ കേസസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു വാർണിംഗ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫേക്ക് കേസ് കൊടുക്കുന്നവർക്ക് വാർണിംഗ് അല്ല, ഒരു അവയർനെസ് ആണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ ഫേക്ക് കേസ് കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഫേക്ക് കേസ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഓരോ കാര്യത്തിൽ നിന്നും നമ്മൾ ജെനുവിൻ കേസസും കൂടി അതുപോലെ അനലൈസ് ചെയ്യുമ്പോൾ ജെനുവിൻ കേസസിന് കിട്ടേണ്ട ജസ്റ്റിസ് കിട്ടാതെ ആയിപ്പോവാൻ സാധ്യതയുണ്ട് എന്നും കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.